ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് ഞാൻ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു നാടൻ പെപ്പർ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞെടുക്കാം, 5 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു അര കഷ്ണം തക്കാളി ചേർക്കാം, നിർബന്ധമില്ല. പിന്നെ ഒരു 1-2 തണ്ട് കറിവേപ്പില എടുക്കാം, ഒരു 4 പച്ചമുളക് 4ആയി കീറിയതെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇവയാണ്: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വീതം പെരിഞ്ജീരകവും ഉണക്ക കുരുമുളകും ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ചൂടുവെള്ളം വേണം. പിന്നെ ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പും എണ്ണയും എടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഇന്നത്തെ ഈ നാടൻ പെപ്പർ ചിക്കൻ കറി തയ്യാറാക്കാൻ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് വെളിച്ചെണ്ണ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് തന്നെ നമുക്ക് ചെറുതീയിലിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള നന്നായി വഴന്ന് വന്ന് ഒരു ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും അതുപോലെ പച്ചമുളകും ഇടാം. ഇനി ഇതും നന്നായിട്ട് ഇതിനകത്തിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പെരിഞ്ജീരകവും ഉണക്കക്കുരുമുളകും പൊടിച്ചു വെച്ചതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ മസാലപ്പൊടികളും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം മൂത്ത് പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയിൽ നന്നായി മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുത്ത ചിക്കൻ നമുക്കിനി ഒരു 10-15 മിനിറ്റ് ചെറുതീയിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ചെറുതീയിൽ വെന്ത ചിക്കനിലേക്ക് നമുക്കിനി ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കിടന്ന് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി നമുക്ക് 2 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാം. കറി നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകവും അതുപോലെ കുരുമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഈ ഇറച്ചി പൊട്ടിപ്പോകാതെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ആ പൊടികളൊക്കെ ഇതിനകത്ത് നന്നായിട്ട് ചേരാനും അതുപോലെ ഈ ചാറൊന്ന് ചെറുതായിട്ട് കുറുകി വരാനുമായിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി ചെറുതീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ്
നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ ഈ നാടൻ പെപ്പർ ചിക്കൻ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സിലൊക്കെ അറിയിക്കാം. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.